അപ്പോൾ പറയുമല്ലോ സിട്ടി സിട്ടാവും രണ്ടല്ല. സ്വർണം കൊണ്ട് തന്നെ കമ്മലുണ്ടാക്കിയോ മാലുണ്ടാക്കിയോ വളയുണ്ടാക്കിയോ മോതിരമുണ്ടാക്കി. മോതിരത്തിലും സ്വർണ്ണമുണ്ട്, വളയിലും സ്വർണ്ണമുണ്ട്, മാലിലും സ്വർണ്ണമുണ്ട്. അപ്പോൾ ഈ നാനാത്വത്തിൽ എല്ലാം ആ ഏകത്വം കാണാം. എല്ലാം ഒന്നെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഭജിക്കും. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ നീങ്ങണം. സാധാരണ കുരങ്ങ് ഒരു വൃക്ഷത്തിന് ഒരു വൃക്ഷത്തിന് ചാടും. മനസ്സാകുന്ന കുരങ്ങ് ഇവിടെ നിന്ന് റഷ്യയിൽ പോകും, അമേരിക്കയിൽ പോകും, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലൈറ്റിനേക്കാളും വേഗമാണ് മനസ്സിൻ്റെ ഓട്ടം. അങ്ങനെയുള്ള മനസ്സിനെ ഏത് ഭാവത്തിൽ നിർത്താം, എങ്ങനെ മനസ്സിനെ കുരങ്ങ് മനസ്സിനെ ഏത് ഭാവത്തിൽ കൂടിയാണ് അതിനൊത്തിരിക്കേണ്ടത്. അപ്പോൾ ഹനുമാൻ തന്നെ പറയുന്നത്, ഞാൻ ശരീരമാണ് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ്. ജീവനാകുമ്പോൾ നിന്നിൽ അംശമാണ്. ആത്മാവാകുമ്പോൾ നമ്മൾ ആത്മഭാവത്തിൽ ഒന്നാണ്. പക്ഷെ ഇപ്പോൾ ജീവഭാവത്തിലാണ്, ശരീരമനോബോധത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 5 ഡിഗ്രി ചൂടുള്ള, അതുകൊണ്ട് എങ്ങനെയാണ് അണുക്കൾ പൂർണ്ണമായി നശിക്കുന്നത്? 100 ഡിഗ്രി വരുമ്പോഴല്ലേ അതിനകത്ത് അണുക്കൾ നശിക്കുന്നത്. അപ്പം ആ 100 ഡിഗ്രി ചൂടിലേക്ക് നമ്മൾ പോയില്ല. ഇപ്പോൾ ഓട്ട വെള്ളമാണ്, ഫിൽറ്റർ ചെയ്താലും കുടിക്കുന്ന വെള്ളമാക്കാം. അപ്പം അതുകൊണ്ടാണ് ഹനുമാൻ ആ ഒരു ഭാവത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ജീവഭാവത്തിലാണ്, ശരീരമനോബോധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ യമനിയമങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു നൂല് സൂചി കൊരുത്തണമെങ്കിൽ ആദ്യം പഴയകാലത്തെ നൂലാണ് നമ്മൾ തേടി നനച്ചിട്ട് തേടി ആ സൂചിയിലേക്ക് നൂല് കയറുള്ളൂ. അപ്പം അതുപോലെ നമ്മൾ അഹങ്കാരമായ തല ഒതുങ്ങിയാലേ ആ ആത്മാവിൻ്റെ ലോകത്തിലേക്ക് ഉള്ളിയിട്ടിറങ്ങാനൊക്കെ ഉള്ളു. അപ്പം അഹങ്കാരം മാത്രമാണ് നമ്മുടെ സൃഷ്ടി, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പം നമ്മൾ സൃഷ്ടിച്ചതിനെ നമ്മൾ മാറ്റണം. അതിനാണ് ലാളിച്ചിരിക്കുന്നത്. കുമ്പളയാണ്, അതേ നിമിഷം നഷ്ടപ്പെട്ടു പോവാം. കാഴ്ചപ്പാട് എങ്ങനെയാണ് അതിൽ പ്രതിഫലിക്കുമെന്നാണ്. നമ്മളിപ്പോൾ പണ്ട് ഇങ്ങനെ ചന്ദനത്തിൽ നമ്മൾ കത്തിച്ച് ഇങ്ങനെ ചുറ്റുമല്ല, അപ്പോൾ രൂപം തോന്നും. അത് സത്യത്തിൽ അങ്ങനെയൊക്കെ തോന്നുകയാണ്. സത്യത്തിൽ അതിങ്ങനെ ആ സ്പീഡിൻ്റെ വേഗത്തിലാണ്. നമ്മൾ ശാസ്ത്രം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ദൃഷ്ടിദോഷമാണ് അകറ്റേണ്ടത്. നമ്മളെന്ത് പച്ച കണ്ണാടി വെച്ച് പച്ചിരിക്കും, ചുമല കണ്ണാടി ചുമന്നിരിക്കും. കളർ കണ്ണാടി മാറ്റിയിട്ട് അല്ലാത്തൊരു കാഴ്ചപ്പാട് നമ്മൾ കൊണ്ടുവരണം. ആത്മാവിൻ്റെ ലോകത്തിലെ കാഴ്ചപ്പാട്. അല്ല ഒരു തൂണിനെ കാണുമ്പോൾ കാമുകി കാമനെന്ന് വയ്ക്കും, അല്ലെ കാമുകൻ കാമുകിന്ന് തോന്നും. ഒരു കള്ളൻ വിചാരിക്കുന്നത് പോലീസുകാരനാന്ന് വയ്ക്കും, പോലീസുകാർ ഒരിക്കൽ കള്ളനാന്ന് വിചാരിക്കാം. ഇപ്പോൾ യക്ഷിയൊക്കെ പേടിയുള്ളവരായോ യക്ഷിയായിരിക്കാം, അങ്ങനെ പേടിക്കാം. തിരിച്ച് അങ്ങനെയും പേടിക്കാം. പക്ഷേ ഈശ്വരഭക്തനാണെങ്കിലോ അത് ഈശ്വരനായിട്ട് കാണാം. ഈശ്വരഭക്തി അപ്പം മനോഭാവമാണ്. ഒരു പുഴു എന്ത് ചെയ്യും, പൂവിന് തിന്നാനുള്ള ഭക്ഷണമാക്കും. ഒരു സയൻറ്റിസ്റ്റ് അതിനെ റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു ആ പുഷ്പത്തെ. അതുപോലെ തന്നെ കവിത എഴുത്തുകാരൻ ആ പൂവിനെ വർണ്ണിച്ച് കവിത എഴുതും. ഒരു ഈശ്വരഭക്തനാണ് എന്ത് ചെയ്യും, അത് പൂവിച്ച് അർച്ചന ചെയ്യും, ഈശ്വരനെ അർപ്പിക്കും. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, ഓരോരുത്തരുടെയും ഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് മനോഭാവമാണ് അതിനെങ്ങനെ വയ്ക്കുന്നത്. അപ്പം ആ കാഴ്ചപ്പാട് മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. എതിരാക്കി നമ്മൾ തന്നെയാണ്, നമ്മുടെ സൃഷ്ടിയാണിത്. അപ്പം മണ്ണുകൊണ്ട് ഭൂതത്തെ ഉണ്ടാക്കാം, ഈശ്വരരൂപത്തെ ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ശാസ്ത്രങ്ങൾ ഗ്രഹിക്കണം, അത് അനുഭവിച്ചവരാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആ തലത്തിൽ പോകാൻ കുറച്ച് മനസ്സിലാക്കണം. നമ്മൾ എൻജിൻ മേടിച്ചാൽ അതിനൊരു ലേബലുണ്ട്, എങ്ങനെ ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. അതും അടിക്കാതെ വെച്ചത് എരിഞ്ഞു പോവും. കണ്ടിന്യൂ ആയിട്ടൊരു മിക്സി ഓൺ ചെയ്തിരുന്നാൽ എരിഞ്ഞു പോവും, എൻജിൻ എരിഞ്ഞു പോവും. അപ്പം അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ലേബലുണ്ട്, അത് മനസ്സിലാക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഡ്രൈവിങ് പഠിക്കുക, വണ്ടി ഓടിക്കുന്ന പോലാണ് നമ്മുടെ. അപ്പം ആധ്യാത്മിക ഒരു അന്ധവിശ്വാസമല്ല, അമ്മയെപ്പറ്റി മനസ്സിലാക്കാനും ആ ഒരു ബോധത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നല്ല ബോധമാകുന്ന ടോർച്ച് കൊണ്ട് ആത്മാവിനെ ജീവിതമാകുന്ന തത്വത്തെ ഗ്രഹിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇന്ന് ഏത് ഉള്ളവർക്ക് ലോൺ കിട്ടുന്നുണ്ട്. പക്ഷേ ലോൺ അനുവദിച്ച ശേഷം 98% കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പഠിച്ചവരെന്തെങ്കിലും ഒരു ജോലിയാകും, ഒരു എഞ്ചിനീയറോ നേഴ്സോ ഒരു ക്ലർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. 98%. ഇതിൽ കഴിവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പഴയ കാലത്ത് അത് ഇട്ടാത്തതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ കഴിവ് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല, സാഹചര്യം ഉണ്ടായില്ല. ഒരു പേന ഉപയോഗിക്കാതിരുന്നാൽ ആ മഷി ഉണങ്ങിപ്പോയതുപോലെ, ഒരു ഇരുമ്പ് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പിച്ചിട്ട് പോകുന്ന പോലെ അവിടെ കഴിവിനെ ഉപയോഗിക്കാണ്ടിരുന്നു. അതുപോലെ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് വരുമ്പോഴാണ് അത്ര എനർജി കൂടി സംഭരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യർ പോസ്റ്റാണ്, തപസ്സിക്ക് ഒരു ട്രാൻസ്ഫർ ആകാം, തപസ്സിക്ക് ഒരു ജനറേറ്ററും ആകാം. പല ചുമ്മാ ആവശ്യമില്ലാതെ ചിന്തകൾ കൊടുക്കാതെയും ചുണയും കുതിയും പറയാതെ ഒരു പോയിന്റ് നിർത്തി കാണിക്കുമ്പോൾ അത്ര എനർജി കൂടി സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അറിഞ്ഞവനാണ്. സയൻസ് എല്ലാം എനർജി എന്ന് പറയുന്നത്. നമ്മളൊരു പാട്ട് പാടി തരംഗ രൂപത്തിലാണല്ലോ പാട്ട് പോകുന്നത്. അപ്പൊ ആ എനർജി എന്ന് പറയുന്ന തരംഗ രൂപമാണ്. അതുപോലെ ഇപ്പോൾ ഒരു പുഷ്പം എടുത്താലും അതിൻ്റെ ആ രൂപവും ചൈതന്യമായിട്ടാണ് കാണുന്നത്.
ഋഷികൾ പറഞ്ഞ സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം. സയൻസ് പറഞ്ഞെല്ലാം ചൈതന്യമാണ് എന്നുള്ളപ്പം വിവേക ബുദ്ധിയാണ് നമ്മൾ വേണ്ടത്. ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയെ പറന്നു പോകാൻ നമ്മൾ അനുവദിക്കുക. ആ പക്ഷിയെ കൊണ്ട് തലയിൽ കൂട് കെട്ടിക്കുന്ന പോലാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനുവദിക്കുക. അതങ്ങനെ ആ രീതി പോലെ പക്ഷി പറന്നു പോകാൻ പറന്നോട്ടെ, അത് കൂടുവിട്ടാൻ അനുവദിക്കുന്നവരാണ്. പിന്നെ ആ കൂട് തലയിൽ വെച്ചുകൊണ്ട് നടക്കാം നമ്മളെപ്പോഴും. അല്ലെങ്കിൽ പിന്നെ ഈശ്വരങ്ങൾ സമർപ്പിക്കുക പറയും. ഇപ്പം ട്രെയിനകത്ത് കയറിയാലും തലയിൽ ചുമടും വെച്ചുകൊണ്ട് നിന്ന് കരയുക. എന്താ കരയോ, എനിക്ക് വല്ലാത്ത ഭാരം തലയിൽ ചുമക്കാൻ വയ്യ. നീ ട്രെയിനകത്ത് കയറിയില്ലേ, താത്ത് വെക്കരുതോ? തറയിൽ വെച്ചാലും തലയിൽ വെച്ചാലും ട്രെയിൻ തന്നെയാണല്ലോ ചുമക്കണ്ട, പിന്നെ എന്തിനാ ഈ ഭാരം നീ വെക്കുന്നു? അയ്യോ, അതെൻ്റെ ടിക്കറ്റ് എടുത്തുള്ളൂ, ഈ ട്രെയിൻ പെട്ടിയുടെ ടിക്കറ്റ് എടുത്തില്ല. അപ്പോഴും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ച് ഇങ്ങനെ വിഷമിക്കുന്നവര്, നമ്മൾ സൃഷ്ടിച്ചെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നൊരു മനസ്സിൻ്റെ ഒരു സൈക്കോളജി പോലാണ്. അത് ഒരു ഭക്തനാണ് ആ ഒരു ഭാവം എടുത്ത് വിട്ടു കൊടുത്തിട്ട് നമ്മൾ ആ കഴിയുന്ന പ്രയത്നിക്കുക.